യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, കത്തോലിക്ക തിരുസഭ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ മനോഹരമായ അനുഗ്രഹീതമായ ഈ ദിവസം എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ ദൈവാനുഗ്രഹങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്, നേരുകയാണ്. അതോടൊപ്പം തന്നെ ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഇന്ന്. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസം. നിങ്ങൾക്ക് ഏവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള വളരെ വളരെ സത്യമായ വിശ്വാസ സത്യം ആഘോഷിക്കുകയാണല്ലോ ഇന്നത്തെ ഈ സ്വർഗാരോപണ തിരുനാളിന്റെ പ്രധാനപ്പെട്ട ചിന്ത. അച്ഛൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായി തീരുവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അമ്മയായി തീരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 45-ാമത്തെ വചനമാണ്. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയപ്പെട്ടവരെ, ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും പരിശുദ്ധ അമ്മ വിശ്വസിച്ചു. സാധ്യതകളില്ലാത്ത, മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ 1% സംഭവിക്കാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ് കന്യകയായ ഒരു സ്ത്രീ പുരുഷ ബന്ധമില്ലാതെ ഗർഭം ധരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രനെ ഗർഭപാത്രത്തിൽ സ്വീകരിച്ച പരിശുദ്ധമ്മ ഈ വലിയ ദൈവിക സന്ദേശം ദൈവം മാലാഖ വഴി പറഞ്ഞപ്പോൾ പരിശുദ്ധമ്മ അത് വിശ്വസിച്ചു. അവള് ദൈവത്തിന്റെ അമ്മയായി ഉയർത്തപ്പെടുവാൻ, സ്വർഗത്തിലേക്ക് സ്വർഗാരോപിതയായി ഉയർത്തപ്പെടാൻ എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന വലിയ ഒരു കൃപ, വിശ്വാസത്തിന്റെ കൃപ ഇന്നീ കാലഘട്ടത്തില് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാള് നമ്മൾ ആഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നൊരു സന്ദേശം, ഈ കാലഘട്ടത്തില് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോ, ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോ, മാതാവ് പറയുക 1% പോലും സംഭവിക്കാൻ മാനുഷികമായിട്ട് നോക്കുമ്പോ സാധ്യതയില്ലാത്തടത്ത് പരിശുദ്ധ അമ്മ വിശ്വസിച്ചു. ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ വാഗ്ദാനത്തിലുള്ള വിശ്വാസം, അതാണ് മാതാവിനെ അനുഗ്രഹീതയാക്കി മാറ്റുവാൻ കാരണമായതെന്ന് വിശ്വസിക്കുക. ആ കൃപ നമുക്കും ഇന്ന് ലഭിക്കണം. നമുക്ക് അതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ സങ്കേതമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ വളരെ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ചു തരികയാണ്. ഈ ഭൂമിയിലുള്ള
മുഴുവൻ ജനത്തെ ഞങ്ങൾ ഓരോരുത്തരെ മാതാവേ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. തിന്മയുടെ മേൽ ആധിപത്യം പുലർത്തിയ പരിശുദ്ധ അമ്മേ, സർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ, അന്ധകാര ശക്തിയുടെ മേൽ ആധിപത്യം പുലർത്തിയ പരിശുദ്ധ അമ്മേ, ഇന്ന് ഞങ്ങളുടെ രാജ്യത്ത് നടമാടുന്ന അസമത്വങ്ങള്, അനീതി, തിന്മയുടെ മേഖല, വർഗീയത, സ്പർദ്ധ, അനൈക്യം, സ്നേഹരാഹിത്യം, പരിശുദ്ധ അമ്മേ, ഇപ്രകാരം ഇന്ന് ഞങ്ങളുടെ രാജ്യം ഒരുപക്ഷെ വിഭജിക്കപ്പെടുന്ന പോലെയുള്ള അന്ധകാരത്തിന്റെ തിന്മയുടെ പൈശാചിക സ്വാധീനങ്ങൾ കുടികൊള്ളുന്നൊരവസ്ഥയെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. മാതാവേ, ഈ രാജ്യത്തിന്റെ മേൽ അമ്മയുടെ ആധിപത്യം പുലർത്തണമേ. തിന്മയുടെ അന്ധകാരത്തിന് മേൽ ആധിപത്യം പുലർത്തിയ മാതാവേ, ഈ രാജ്യത്തിന്റെ മേൽ, ജനത്തിന്റെ മേൽ ആധിപത്യം പുലർത്തണമേ. ശക്തികളെ, തിന്മയുടെ പാപത്തിന്റെ മേഖലകളെ എന്നേക്കുമായി പാതാളത്തിലേക്ക് നിർവീര്യമാക്കി കളയുവാൻ ഞങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ദേശങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. അത്ഭുത വിടുതൽ സംഭവിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. ചങ്ങലയെല്ലാം അഴിഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ. അത്ഭുത സൗഖ്യം നിറഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ. ദേശങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ. ബന്ധനമെല്ലാം അഴിഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ. ചങ്ങലയെല്ലാം പൊട്ടിടുന്നു യേശുവിൻ തിരുനാമത്താൽ. സൗഖ്യം നിറഞ്ഞിടുന്നു യേശുവിൻ തിരുനാമത്താൽ. ദേശങ്ങൾ വിടുതൽ പ്രാപിക്കുന്നു യേശുവിൻ തിരുനാമത്താൽ.